എല്ലാവർക്കും നമസ്കാരം. സ്വാമി ഇന്നലെ എന്നോട് ഈ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, ഇതൊരു ഒട്ടും ഔപചാരികത കലർന്ന ചടങ്ങല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നിരുന്നവരോട് പറഞ്ഞു, സ്വാമി പറഞ്ഞത് നീ എല്ലാം നോക്കിക്കോണം എന്ന് പറഞ്ഞു. എന്താണ് നോക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഈ സിനിമയെ കുറിച്ച് സ്വാമിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഗുരുതുല്യനാണ് ശ്രീ എസ് എൻ സ്വാമി. ഇത്രയും എഴുത്തുകാരെയും സംവിധായകരെയും എഴുത്തുകാരെ വിശേഷിച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാർ ചുരുക്കം ചിലരാണ്. വലിയ ഭാഗ്യമാണ് മലയാളം കണ്ട ഇക്കാലത്തെ ഏറ്റവും വലിയ രണ്ട് എഴുത്തുകാർക്ക് നടുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്നുള്ളത്. എസ് എൻ സ്വാമി അപ്പുറത്തും ശ്രീനേട്ടൻ അപ്പുറത്തും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമി സാറ് ആദ്യമായിട്ട് സംവിധാനം നിർവഹിക്കുന്നതാണ്. അപ്പോ ഒരു പ്രായവും ഒരു സമയവും വൈകിയതല്ല. സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകിപ്പോയോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നേ സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര എണ്ണിയാലൊടുങ്ങാത്ത സൂപ്പർ ഹിറ്റുകൾ, മെഗാ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ എന്നേ അദ്ദേഹത്തിന് സംവിധാനത്തിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് സമയം കുറച്ച് വൈകിപ്പോയി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയവും വൈകിയതല്ല. പിന്നെ ശ്രീനിയേട്ടൻ ഇപ്പുറത്തിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ പറയാം, എല്ലാത്തിലും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വേണമെങ്കിൽ അതൊക്കെ പറയാവുന്നു. അപ്പോ സ്വാമി സാറിൻ്റെ നിന്ന് തന്നെ അത് തുടങ്ങാം. സ്വാമി, എന്താണ് ഇപ്പോ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? സാർ, സ്വാമി സാർ എത്ര പടം എഴുതിയിട്ടുണ്ട് ജോർജ് സാർ? ഞാൻ ഇപ്പൊ ഉണ്ണി പറഞ്ഞ പോലെ എനിക്കൊരു സംവിധാനം എന്ന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതിന് സാഹചര്യത്തിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, സന്ദർഭത്തിന്റെ പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നിയില്ല. അതാണ് ഇത്. പിന്നെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമായ ഒരു തോന്നലാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് മമ്മൂട്ടിയുടെ സെറ്റിൽ പോയി, മമ്മൂട്ടിയെ കാണാൻ. അപ്പൊ ഞാനിങ്ങനെ രഞ്ജിത്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക മമ്മൂട്ടിയെ. അപ്പൊ ഇങ്ങനെ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂട്ടി എനിക്കൊരു പടം സംവിധാനം. പുള്ളി ഒന്ന് ചിരിച്ചു. തനിക്ക് തന്നെ ആകായിരുന്നല്ലോ, പിന്നെന്താ ഇത്ര താമസിച്ച, പിന്നെന്താ ഇപ്പൊ തോന്നാൻ കാര്യം? എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴാ തോന്നിയത്. അപ്പൊ പറഞ്ഞു പുള്ളി, താൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ 3-4 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. താൻ ഇതുവരെ എഴുതിയ ജേണലിൽ പെട്ട ഒരു കഥയാവരുത് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ തുടർന്ന ഒരു സബ്ജക്റ്റ് വേണം താൻ ചെയ്യാൻ. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം, താൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ആ കഥ എഴുതാൻ പാടില്ല. ഇതിനു മുമ്പ് താൻ എഴുതിയ കഥകൾ പലതും ആർട്ടിസ്റ്റുമാരെ മനസ്സിൽ കണ്ടിട്ട് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതങ്ങനെ എഴുതരുത്. താൻ കഥ എഴുതിയതിനു ശേഷം ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആർട്ടിസ്റ്റിനെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കഥയിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അത് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ആൾക്കാർ ചോദിക്കാനിടയായാൽ അതിലൊരു കാരണവും കാര്യവും ആ സിനിമയിൽ ഉണ്ടാവും. അത് കേട്ടപ്പോൾ എനിക്കൊന്നും അറിയില്ല. കാരണം അന്ന് എൻ്റെ മനസ്സിൽ ഇത് ഒരു കഥയൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറേ നാൾ, ഒരുപാട് നാൾക്ക് ശേഷം ഈ കണ്ണൂർ സ്ക്വാഡിൻ്റെ സെറ്റിൽ ഞാൻ വീണ്ടും മമ്മൂട്ടിയെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ലൈനായിട്ടുണ്ട് മനസ്സിൽ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. 4-5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു നല്ല സംഭവം, ഞാൻ ശരിക്കും വർക്ക് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചില മനസ്സിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ശരിയാണ്,
താൻ ശരിക്കും തൻ്റെ എല്ലാ എഫേർട്ടും ഈ പ്രോജക്റ്റിൽ താൻ ചെയ്യണം. എൻ്റെ എല്ലാ എഫേർട്ടും ഉണ്ടായിരിക്കണം ഈ പ്രോജക്റ്റ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. ശ്രീനീറിനോട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് സ്വാമി സാർ ഇങ്ങനെ ഒരു ഉദ്യോഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാർ ചോദിക്കുന്നത്. മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരും. അതായത് അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടി. ആ വർഷം ചിന്താവൃഷ്ടിയായ ശ്യാമനാഥ് പറഞ്ഞ സിനിമയ്ക്ക് എനിക്കും ഒരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തി. അപ്പോ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിന് തലേ ദിവസം പ്രസിഡന്റ് അടുത്ത് അവാർഡ് വാങ്ങുന്ന ഫംഗ്ഷനിലും റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ അച്ചടക്കം, മര്യാദ, അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയമായി. അപ്പോൾ അവാർഡ് ജേതാക്കളായ ആളുകളെ പറ്റി ഏങ്കർ ചെയ്യുന്ന ആള് ആദ്യം കുറച്ച് സംസാരിക്കും. അദ്ദേഹത്തിലേക്ക് ജീവനെ അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ഏങ്കർ പറഞ്ഞു, "This is the second day he's getting the award." അപ്പൊ മമ്മൂട്ടി പ്രസിഡന്റ് കയറി തരാൻ പേടിച്ചു പോയി. അറ്റ്ലീസ്റ്റ് ഒറ്റ പേരാണോ എന്ന് പേടിച്ചത്. അപ്പൊ മമ്മൂട്ടി, "No, this is the third time I'm getting the same award." രണ്ടാമത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാൻ പോയപ്പോ പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചറിഞ്ഞത് അദ്ദേഹം പറഞ്ഞു. ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും എനിക്ക് സോറി സാർ മമ്മൂട്ടി പറഞ്ഞതായിട്ടും തോന്നി. പക്ഷെ എന്തായാലും വളരെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികാരം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ രണ്ട് തവണ മൂന്നാമത്തെ തവണ ആണെന്ന് പറയാൻ വിട്ടുപോയതിന് ഇത്രയും വലിയ ഒച്ച വെക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമൊക്കെയായി ഞാൻ സിനിമയിൽ വന്നുപെട്ടിട്ടുണ്ട്. ഒരു ഒരുത്തനും ഈ ടൈറ്റിൽ ലോഞ്ചിന് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലോഞ്ചിന് പരിപാടിക്ക് ആള് വിളിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് ആയിരുന്നത്. രവിപുരത്ത് മണിമുഴക്കം. അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ. അതെ 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 അതെ. സ്വാമി ശ്രീരേട്ടൻ പറഞ്ഞതിനെ കുറിച്ച്
അല്ല, എനിക്ക് മമ്മൂട്ടിയെ വിശ്വാസം ആണ്. എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ്. അതെ, കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിച്ചൊരു മനുഷ്യൻ. അതായത് 20-ാം നൂറ്റാണ്ട് നിന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് CBI ഉണ്ടാവുന്നത്. CBI ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു. കഥയെല്ലാം ഞാൻ മമ്മൂട്ടിയെ പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ്, പക്ഷെ പോലീസ് വേണ്ട. ഞാൻ പറഞ്ഞു, പോലീസില്ലാതെ എങ്ങനെയാണ് ഒരു കുറ്റാന്വേഷണം? സ്വാമി, ഞാൻ ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരിക്കുക. അതിൽ മാമോരും മാസ്റ്ററുടെ അമ്പ് മുഴുവനുണ്ട് ആവനാഴിയില്. അതിൻ്റെ മുകളിൽ സ്വാമി ട്രൈ ചെയ്തത് നടക്കില്ല. അപ്പൊ ഞാൻ CBI ആണ്. CBI അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ CBIയുടെ ഫുൾ ഫോം പോലും അറിയില്ല. ഞാൻ പറഞ്ഞു, CBI ഞാൻ ആലോചിക്കും. വേറെ റൈറ്റർ, വേറെ ക്രിയേറ്റർ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി CBIയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പം അവരെന്നോട് ഒരു 4-5 റൗണ്ട് ഡിസ്കഷനിൽ CBIയുടെ മോഡസ് ഓപ്പറൻഡി, ഇത് CBIയുടെ തത്വങ്ങൾ, CBI ഏതിലാണ്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് കേട്ടപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം അതുവരെ ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല CBIക്ക് പറയാനുള്ളത്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ആദ്യം എൻ്റെ കഥയിലെ ഹീറോ ഒരു അലി ഇമ്രാനെന്നും പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞു അത് വേണ്ട, കാരണം അത് വിശ്വസിക്കില്ല. ഇപ്പം നമുക്കൊരു കാര്യം അത് സ്വാമിയാക്കാം. ശരി, സ്വാമിയാക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കേട്ട നമ്മൾ അന്തം വിട്ട് വിശ്വസിക്കുക. അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ തറവായി, അതുകൊണ്ട് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു. സ്വാമി പോലീസാണ്, അന്വേഷിക്കാൻ പോകണം. എന്ത് സ്വാമി ചെയ്തു വെക്കണം? 20-ാം നൂറ്റാണ്ട് പോലൊരു സിനിമ ചെയ്തിട്ട് ഇതുപോലെ ഒരു പോലീസുകാരൻ സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എല്ലാ കോർണറിൽ എനിക്ക് ഡിസ്കറേജിങ് ആയിരുന്നു. ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി. അപ്പോഴും ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഞാൻ അവിടെ ഇനി ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ദിസ് വി ആർ ഡൂയിങ്. ഇപ്പോഴുള്ള പ്രൊഡ്യൂസറിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ തനിക്ക് 10 പ്രൊഡ്യൂസറെ തരാം, എന്ത് വേണമെങ്കിലും കാര്യമേ താൻ വിട്ടേക്കും, നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് തന്നാണെന്ന് ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ വിശ്വസിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ സ്വാമിയുടെ ഈ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫിലിമോഗ്രഫിയിലെ ഏറ്റവും നമ്മളെല്ലാവരും റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു സീരീസ് ഓഫ് ഫിലിംസ് ആണ്. അതിൻ്റെ പുറകിൽ വളരെ ശക്തമായിട്ടുള്ള മമ്മൂക്കയുടെ ഇടപെടലും മമ്മൂക്കയുടെ സ്വാമിയോടുള്ള ഇന്ററാക്ഷനുമാണെന്ന് സ്വാമി പറഞ്ഞു. അതേപോലെ തന്നെ ഈ സിനിമയുടെ പുറകിൽ മമ്മൂക്ക സ്വാമിക്ക് തന്നിട്ടുള്ള എല്ലാ സജഷൻസും എല്ലാ ഉപദേശങ്ങളും ഫലവത്താവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാമിയുടെ ആശംസിക്കുന്നു. സ്വാമിയുടെ എന്താ പറയുന്നത്, ഏറ്റവും നമ്മുടെ സംവിധായകരെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ചെറുപ്പമുള്ള സംവിധായകനാണ് ഇപ്പോൾ ശ്രീ SM സ്വാമി. കാര്യം അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന സിനിമ സംവിധാനം ചെയ്ത് യങ്ങസ്റ്റ് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാമിക്ക് അതിനകത്ത് എല്ലാ ഭാഗങ്ങളും കണ്ടു. ഇനി സ്വാമിയുടെ നിർമ്മാതാവിന് എന്താണ് കേൾക്കണ്ടേ? കഥ പോലും ചോദിക്കാത്ത നിർമ്മാതാവാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായ ഒരു ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രസകരമായ ഒരു സദസ്സിൽ ഇരിക്കാനും മലയാള സിനിമ
ഇൻഡസ്ട്രിയിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കൂടി ഇരിക്കാൻ ഒരു ഭാഗ്യം ശ്രദ്ധിച്ചത്. സ്വാമി കഥയുടെ ഒരു സാരാംശം എന്നോട് പറഞ്ഞിരുന്നു ആദ്യം. അപ്പം അതിന്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമി എന്ത് ചെയ്യുന്നു, സ്വാമിയാണ് പ്രൊഡ്യൂസർ, സ്വാമി ചെയ്യുക. ഞാൻ ഒരു പേരുകാരനായിട്ട് സ്വാമിയുടെ കൂടെ നിൽക്കാം, അതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല എന്ന് ആദ്യം തന്നെ സ്വാമിയോട് പറഞ്ഞു. ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒന്നിനും ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടില്ല. പിന്നെ എനിക്ക് സ്വാമിയിലൊരു വിശ്വാസമുണ്ട്. നമ്മളെ കരയിപ്പിച്ച ചക്രമ്മയിൽ നിന്ന് നമ്മളെ ത്രസിപ്പിച്ച CBIയിലേക്ക് എത്തി തീർച്ചയായിട്ടും എന്നെ കരയിപ്പിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്ക് സ്വാമിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന്. സ്വാമിക്ക് മമ്മൂട്ടിയുള്ള വിശ്വാസം പോലെയൊക്കെ എനിക്കും സ്വാമിക്കും വിശ്വാസമുള്ള ഒരാളോട് ഇരിപ്പുണ്ട്, കർണാടകപ്പനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സ്വാമിയുടെ കൂടെ ഇതിനെ ഇറങ്ങിത്തിരിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇത് കരയേണ്ടി വരുന്നതിന് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഇവിടെ വന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഏതായാലും ഒരു സംവിധായകനെ, ഒരു എഴുത്തുകാരനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താതെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, സ്വാമി മാത്രമല്ല, കൂടി അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ സ്വാമിയുടെ ഒരാളെ നോക്കാത്തോടെ കുറെ കറി ഇത്തരത്തിലുള്ള നിർമ്മാതാവ് എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അല്ലേ ശ്രീനേട്ട? സ്വാമിക്ക് അത് കിട്ടിയിരിക്കുകയാണ്. അത് നമുക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ അതിലേക്ക് വരാം സ്വാമി. എന്താണ് സീക്രട്ട് എന്ന് പറയുന്നത്? സ്വാമിയുടെ എല്ലാ സിനിമയും അവസാനം ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്ന പോലെയാണ് മേജർ സിനിമ. അല്ലാത്ത സിനിമകളും സ്വാമി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തിരക്കഥയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമുക്കൊരു സർപ്രൈസ് ഉണ്ടാവണം. അത് ഏത് തരത്തിലുള്ള സിനിമയാണ്. ഇതിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ട് ആണ്. പിന്നെ ഈ മോഷൻ പോസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അസ്ട്രോളജി, നിമിത്ത ശാസ്ത്രം, അതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ഈ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്വാമി അതിന്റെ കണ്ടന്റിനെ കുറിച്ച് എന്താ സ്വാമിക്ക് പറയാൻ പറ്റും? ഈ ടൈറ്റിൽ എങ്ങനെയാണ് സ്വാമിയുടെ ഉള്ളിലേക്ക് വന്നത്? സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മീനിങ്, സംതിങ് ടു ഡു വിത്ത് ക്രൈം. അല്ലാതെ ഒരുപാട് കാര്യം ജീവിതത്തിൻ്റെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ഒന്നും അറിയില്ല. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും സീക്രട്ട് തന്നെയാണ്. അപ്പോൾ ക്രൈമും സസ്പെൻസും പോലീസും ഇൻവെസ്റ്റിഗേഷനും അല്ലാത്ത സീക്രട്ടും ഉണ്ടെന്നാണ് ഞാൻ ഈ സിനിമയിൽ പറയുന്നത്. ഈ സിനിമയിലെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ താൻ ഒരു സിനിമ ചെയ്താണ് അതിൽ തൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റൂ എന്താണ് അതിനകത്ത്. ശ്രീനിയേട്ടൻ ഇപ്പൊ വേറൊരു കാര്യം ഇതിനിടയിൽ കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണത്. കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ എന്തോ ഒരു മോഡറേറ്റർ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരുന്നത്. അതിനെ എന്നെ പെടുത്തിയിരിക്കുകയാണ് സ്വാമി. ഞാൻ പോലും അറിയാതെ അങ്ങനെ എന്നെ കൊണ്ട് സ്വാമി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സ്വാമിയുടെ ഭയങ്കര കൗശലമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്വാമി ഏൽപ്പിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകേണ്ടതുകൊണ്ട് ശ്രീനേട്ടനോട് ഒരു കാര്യം ചോദിക്കാം. സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ടല്ലോ, ക്രൈം ത്രില്ലർ, എപ്പോഴെങ്കിലും ശ്രീനേട്ടൻ അങ്ങനെ ഒരു സിനിമ എഴുതാൻ തോന്നി? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിനു വേണ്ടി
പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കുന്നത് അണ്ണൻ ചേച്ചിൻ്റെ പുസ്തകങ്ങൾ കുറേ നമ്മുടെ വിഷ്ണു വിജയൻ എന്നൊക്കെ പറയുന്ന സിനിമ ചേച്ചിൻ്റെ നോവൽ അടിച്ചു മാറ്റിയതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എത്ര വായിച്ചിട്ടും എനിക്ക് ആ ട്രാക്കിലേക്ക് ഒരു പിടിപ്പില്ലാത്തതുകൊണ്ട് അവസാനം എനിക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങിയതാണ്. പറ്റുന്നില്ല. അതിന് വേറൊരു ബുദ്ധി വേണം. അത് സ്വാമിക്കൊക്കെ ഉള്ളൂ. അതിന് സാമ്യമാവണം, എന്നാലേ പറ്റൂ. ഈ കളിക്കളം എന്നുള്ള സിനിമയില് മമ്മൂട്ടിക്ക് അതിന് പേരില്ല, കഥാപാത്രത്തിന് പേരില്ലാത്തൊരു പടമാണ്. അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര്. അയാളുടെ പേര് എനിക്കറിയില്ല, അയാളുടെ പേരില്ല എന്നാ പറഞ്ഞത്. പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് അക്വൈൻറ്റൻസ് ഉണ്ടായിട്ട് ഒരു പുള്ളിക്കും അറിയില്ല പേരെന്താ. അപ്പൊ പുള്ളി അതുപോലെ സീക്രട്ടായിരിക്കും എന്ന് പറഞ്ഞു. കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത്. അതിനകത്തെ കഥാപാത്രത്തിന് പേര് പോയിട്ടില്ല, മമ്മൂക്കയുടെ കഥാപാത്രത്തിന്. അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ട്രൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കൗശലവും ഭയങ്കര മിടുക്ക് വേണം. അത് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് പറയാറുള്ളത്. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയാണോ? എനിക്ക് എന്തെങ്കിലും അങ്ങനെ സൂചനകളെല്ലാം തരാൻ പറ്റുമോ സ്വാമിക്ക്? ഞാൻ പറഞ്ഞല്ലേ, ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല. ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ജേണലിൽ പെട്ട ഒരു സിനിമയാവരുത്. നമ്പർ 2, താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കരുത്. ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പാവം മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അതെന്തായാലും അത് നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തെന്ന നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു. സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടെ സിനിമ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സ്റ്റേജിൽ എന്നെ വിളിച്ചിരുത്തിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സാറിന്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റാന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോ ആദ്യം എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി സാറുടെ ഫിലിം എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് ഓക്കെയാണ്. എനിക്ക് അതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതില് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും. ഈ സീക്രട്ടിലൊക്കെ കുറെ മീനിങ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടു മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പടമാണ് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തത്. മുന്നേ കൃഷ്ണ സാറിന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടത്. സ്വാമി സാറിന്റെ പടത്തിലെ ഓഡിഷനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് ആ സമയത്ത് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. കണ്ട ദിവസം തന്നെ എൻ്റെ അടുത്ത് സീനും പറഞ്ഞു, ചെയ്യാനും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അന്നത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പൊ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ദിവസം. പിന്നെ സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതും ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടുക. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെയും അപർണയുടെ കൂടെയൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ പോസ്റ്ററിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ഈ സിനിമയിൽ ഒരുപാട് മീനിങ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.